ഇതേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇതിൽ ചക്ക പിടിക്കുന്നത്. കണ്ടാ, നമ്മുടെ ഒരു വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവാണ്. ഏകദേശം ഒരു 1.5 വർഷം പ്രായമുള്ളൊരു പ്രായമാണ്. 1.5-1.25 വർഷമായി. മുന്തിരിക്കൊലയിലേക്കാണ് പിടിക്കുന്നത്. കണ്ടാ, ഇതിൽ നമ്മൾ 2 ഉള്ളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു എൻ്റെ വെള്ളമൊക്കെ പിടിക്കുന്നുണ്ട്. കണ്ട കാണുന്നുണ്ട് ഞങ്ങൾ താറാം മുതൽ പിടിക്കുന്നുണ്ട്. ഏകദേശം ഒരു ടോപ്പ് വരുമ്പോൾ ഏകദേശം ഒരു 10 അടിയോളം, 10 അടിയല്ല, ഒരു 8-9 അടിയോളം വളർന്നിട്ടുണ്ട്. നമ്മൾ 2 ബ്രാഞ്ചായിട്ട് പോയിക്കുന്നുണ്ടാ. ഇവിടെ വെച്ചാൽ നമ്മളൊരു 3 മാസം വരെ ഇതിൻ്റെ കൊമ്പിനെ കട്ട് ചെയ്തിട്ടുണ്ടാ, 2 ബ്രാഞ്ച്. അത് നമുക്ക് ഏകദേശം ഒരു 5.5 അടി ഹൈറ്റിനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട്, എന്നിട്ട് പിന്നെ 2 ബ്രാഞ്ചാക്കി അതിന്. പിന്നെ ഇതിനെന്തൊരു ഫംഗസ് അറ്റാക്കും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലേ, ഇതിൻ്റെ അടി സൂക്ഷിച്ച് എനിക്ക് അറിയാൻ പറ്റും. കണ്ട എന്തൊക്കെയോ ജീവികളിപ്പോണ്ട്. അതിൻ്റെ പുറം ഭാഗം നമുക്കറിയാൻ പറ്റും, ഒരു മഞ്ഞളിപ്പ് വന്നിട്ട് ഇങ്ങനെ. ഇതിനൊക്കെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അറിയാമെന്നുള്ളവർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. ചക്ക ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ. ഇതാണ് നമ്മുടെ വീടും പരിസരങ്ങളും. പിന്നെ നമ്മളെ റംബൂട്ടാനൊന്ന് ഇത് സെയിം പ്രായം തന്നെയാണ്. ഒരു 1.5-1.25 വർഷത്തോളം അടുപ്പിച്ചായിട്ടുണ്ട്. എന്നാൽ ചില കൊമ്പുകളിലൊക്കെ നമുക്ക് ഇതിൽ ഫസ്റ്റ് പൂവാണ്, പൂ വരുന്നുണ്ട്. വേണ്ട ഇതെല്ലാം ഏരിയയിലൊക്കെ വേണ്ട ദൈവം വരുന്നുണ്ട്. നോക്കിയറിയാൻ പറ്റും, തറയിൽ മുട്ടിയായി നിൽക്കുന്നുണ്ട. അതിൻ്റെ ഒരു വളർച്ചയെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യെത്തണ ഒരു 5.5 അടി ഹൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇതിന് വളങ്ങളൊന്നും കൊടുക്കാറില്ല. ഇതിൻ്റെ മൂട്ടി കിടക്കുന്ന ജൈവവളങ്ങൾ തന്നെയാണ്. കോഴിക്കാട്ടം, കാഷ്ടവും ഒക്കെ കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള വളങ്ങളാണ്. കരിയിലേക്ക് ഉണങ്ങിയത്. നമ്മൾ വേനലായപ്പോൾ ചപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂട്ടിൽ, ചോട്ടിൽ. നമ്മുടെ ഒരു മുരിങ്ങയുടെ കമ്പം കൊണ്ട് വെച്ചതല്ല, റംബൂട്ടാനെ പോകണ്ട. നമ്മുടെ നാട്ടിലെ വേനൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് വേനൽ മഴ പെയ്യുന്നുണ്ട്. തേരാളിൽ കാണുന്ന പൊള്ളല് കണ്ട. ഇതാവുന്നേരം നമ്മൾ വെള്ളം കൊടുത്തിട്ടില്ലായിരുന്നു ഈ വർഷം. ഇങ്ങനെ ഇല പൊള്ളാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ വെള്ളം കൊടുത്തത്. അതുവരെ വെള്ളം നനവ് കുറച്ചാണ് നിർത്തിയിരുന്നത്. എന്തോരം കാപിടിക്കുന്നൊരു പിടുത്തമില്ല. ഇടക്കിടയ്ക്ക് പൂവില്ലാത്ത തളിരും വരുന്നുണ്ട്, പൂവുള്ള തളിരും പൂവില്ലാത്ത തളിരും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു കുരുമുളകിൻ്റെ തലപ്പ് നമ്മൾ കിളിപ്പിച്ചെടുത്തതാണ്. എന്താക്കെന്ന് പറഞ്ഞിട്ട് പല പരുവത്തിന് നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ട്, നീളം കൂടിയതും നീളം കുറഞ്ഞതും ഒക്കെ ഇപ്പോൾ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഏതായാലും അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു 1.5 അടിയോളം ഹൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ തലപ്പിൽ നിന്ന് വേര് പിടിപ്പിച്ചെടുത്തോണ്ട് താഴെ നമുക്ക് കണ്ണി കുത്തി ഇങ്ങനെ കാ പിടിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ നന കൊടുക്കുമായിരുന്നു.
ഇതൊരു മുരിങ്ങ നമ്മളൊരു 10 ഹൈറ്റിൽ ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ കയറ്റി വിടാനും മുരിങ്ങ എത്ര വില ഉണ്ടെന്ന് പറഞ്ഞിടാ. പല്ലും മുരിങ്ങ താങ്ങുകാലായിട്ട് ഇടാൻ പറ്റില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മളിടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ള് കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. എങ്ങനെയുണ്ട് നമ്മുടെ വീടും പരിസരവും? നാല് ചുറ്റും വേറെ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വനപ്രദേശമാണ്. കണ്ട വനം തോന്നുമെങ്കിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതൊരു കോൺക്രീറ്റ് റോഡാണ് കണ്ട. ഇതിൻ്റെ അങ്ങറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെറിയ പള്ളിയാണ്, ഒരു ചർച്ചാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വളരെ സൈഡിൽ നമ്മളിങ്ങനെ ഇത് നമ്മളെ വീട്ടിലോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. പിന്നെ ഇങ്ങനെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വനപ്രദേശം പോലെ കിടക്കുന്നു വേണ്ട. ഇതിനകത്ത് റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതൊരു തോടുമുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ നിറച്ച് വെള്ളം കാണും. വേനലായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ഇത് നമ്മളെ തൈ റബ്ബർ വെച്ചിട്ട്, നമ്മുടെ അല്ല, നമ്മുടെ തൊട്ടടുത്ത പറമ്പിനെയാണ് റബ്ബർ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു കൃഷിക്കാറുണ്ട് കേട്ടോ. വേനലായപ്പോൾ ഈ തോടൊന്ന് വറ്റി വരുമായിരുന്നു. അന്നേരമാണ് ചെറിയ വേനൽ മഴ പെയ്തപ്പോൾ ഇച്ചിരി വെള്ളമായിട്ടുണ്ട് നമുക്ക്. ഇപ്പം 3-4 വർഷം കൊണ്ട് സാധാരണ വറ്റാറില്ല തോട്, അല്ലെങ്കിൽ ഇത് ഫുള്ള് വറ്റും. അപ്പോൾ ഓക്കെ കൂട്ടെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.